ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് ഞങ്ങളുടെ ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ടുള്ള മണ്ണ് എല്ലാം റെഡിയാക്കി മിക്സാക്കി, നല്ല രീതിയിൽ മിക്സാക്കി. കുറച്ച് ഗ്രാവലും എല്ലാം കൂടെ ചേർത്തിട്ട് ഈ ഗ്രാവലിൻ്റെ അകത്ത് നമ്മൾ ഇത് കണ്ടോ, ഇത് നമ്മുടെ കുട്ടനാട്ടിലെ മണ്ണാണിത്. അപ്പോൾ ഈ മണ്ണിൻ്റെ അകത്ത് നമ്മൾ ചകിരിച്ചോറ്, കോഴിവളം, പിന്നെ ചിന്തയിലിട്ട പൊടി, ഇതെല്ലാം കൂടെ ചേർത്തിട്ടത്, അതും ഗ്രാവലും കൂടെ മിക്സ് ചെയ്ത് നമ്മളിത്രയും വലിയ കൂനയാക്കിയിട്ടിരിക്കുക. ഇത് നമ്മളിനി കുമ്മായെല്ലാം ചേർത്ത് ട്രീറ്റ് ചെയ്ത മണ്ണാണ്. അതിനുശേഷം ഇനി നമ്മൾ കൃഷി നടന്നുകൊണ്ടിരിക്കുന്ന ബാഗെല്ലാം നമ്മൾ പകുതിയേ ഉള്ളായിരുന്നു. അപ്പോൾ അതിൽ നിറയ്ക്കണം, പുതിയതായിട്ട് നിറയ്ക്കണം. പിന്നെ നമ്മൾ വലിയ ഗ്രോ ബാഗിന് ബാക്കിയുണ്ട്, അത് നിറയ്ക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ബാക്കി. ഇത് നമ്മൾ കരുതി കയ്യിലിടുക. ഇനി ഒരു വർഷം മൊത്തം കൃഷിക്ക് വേണ്ടി വരുന്ന മൊത്തം മണ്ണാണ് ഇനി ശേഖരിച്ചിട്ടിരിക്കുന്നത്. ഇനി ഇതിപ്പം നമ്മൾ വെണ്ട ചെയ്തതാണ്, ഇത്രയും ആയിട്ടുണ്ട്. ഉണ്ടാവും ഇതിനെയൊക്കെ പല സ്ഥലങ്ങളിലേക്ക് ഇനി മാറ്റണം. കഴിഞ്ഞ ദിവസം നിറച്ച ബാഗുകളാണ് ഇതൊക്കെ, വൈഫിൻ്റെ ചെടികളാണ്. ഇന്ന് പുള്ളിക്കാർ കുറേ എണ്ണം ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഇന്നെങ്ങാണ്ടെന്നുണ്ട്, എന്നതാണെന്ന് എനിക്കറിയാമെന്ന്. കണ്ടോ നമ്മുടെ മണ്ണ് കണ്ടോ, പാകമായത് കണ്ടോ. ഇത് ഞങ്ങളൊരു 3-4 മറി മറിച്ച് കേട്ടോ, മറിച്ച് ആ വലിയ പാറയെല്ലാം ഉരുണ്ടിങ്ങി വന്നു. നമ്മളെടുത്ത് കളയും, മാക്സിമം അതിന് ഒഴിവാക്കണം. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. മെറ്റിൽ തെള്ളാനൊന്നും പറ്റിയില്ല. നമുക്കൊരു സീസണിലേക്ക് ആവശ്യത്തിനൊക്കെയുള്ള മൊത്തം മണ്ണായിട്ടുണ്ട്. ഇതിന് നമ്മൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇപ്പം നിറയ്ക്കാനുള്ള എടുത്തതിന് ശേഷം ബാക്കി അവിടെ ഇട്ടേക്കും. ഇനി ഏതെങ്കിലും നമ്മുടെ ബാഗുകളിലുള്ള ചെടികൾക്ക് എന്തെങ്കിലും കുറവുകൾ വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കുറച്ച് കൊണ്ടുപോയി നമ്മളതിൽ ഫില്ല് ചെയ്ത് കൊടുക്കും. ഇനിയിപ്പോൾ എല്ലാം ട്യൂബുകൾ അണക്കണം, കുറേ പണിയാണ്. ഏറ്റവും വലിയ പണിയെന്ന് പറയുന്നത് നമുക്ക് മണ്ണ് നമ്മൾ പാകപ്പെടുത്തിയെടുത്ത് നമ്മുടെ കയ്യിൽ കരുതുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് ഒരു വർഷത്തേക്കുള്ള ജൈത്രയാത്ര തുടങ്ങി. ഇവിടെ ഇത് ഉപേക്ഷിച്ച് കിടന്ന ഒരു പാവലാണ്, പക്ഷെ അതിപ്പോൾ കയറി വന്ന് ഒരു പാവയ്ക്കാൻ വേണ്ടി